എല്ലാവർക്കും ദേവീനാമത്തിൽ വിഷുദിനാശംസകൾ നേരുന്നു. ഓണാട്ടുകരയിലെ പ്രശസ്തമായ പടയനിവട്ടം ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ക്ഷേത്രത്തിലെ ഉത്സവത്തെ സംബന്ധിച്ചും ആചാര അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും ക്ഷേത്രത്തിൻ്റെ വിശാലമായ പൂന്തോട്ടത്തിൻ്റെ നിറമുള്ള കാഴ്ചകളിലേക്കും അതുപോലെ ദേവീദർശനം ലഭിച്ച മേൽശാന്തിയുടെ അനുഭവക്കുറിപ്പുകളും ഒക്കെ പങ്കുവയ്ക്കുന്ന വിശാലമായൊരു വീഡിയോയാണ്. എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമസ്കാരം. ഞാൻ പടയണിവട്ടം ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. എൻ്റെ സ്ഥലം ചെങ്ങന്നൂർ ഇരിഞ്ഞമഠമാണ്. ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് 2 വർഷമാകുന്നു. ഈ 2 വർഷം കൊണ്ട് എനിക്ക് ഇവിടുത്തെ നല്ല അനുഭവങ്ങളും കാര്യങ്ങളും വലുതായിട്ട് അറിയില്ല. 2 വർഷം കൊണ്ട് അറിയാവുന്നത് ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം ഭക്തജനങ്ങൾ നല്ല സഹകരണവും കാര്യങ്ങളും കമ്മിറ്റിക്കാരിൽ നിന്നായാലും ക്ഷേത്ര ജീവനക്കാരിൽ നിന്നായാലും ഭക്തജനങ്ങളിൽ നിന്നായാലും എനിക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിലെ 2 അമ്മമാരെ നേരിട്ട് കാണാനൊരു മഹാഭാഗ്യം ദർശനം തന്നിട്ടുണ്ട് എനിക്ക് അമ്മ. അതിൽ ഞാൻ മുക്തിയാണ്. അതിന് ശേഷം ഞാനിപ്പം ഞാനും മോനുമാണ് ഇവിടുത്തെ സഹകരിക്കുന്നത്. എൻ്റെ മോനാണ് ഇവിടുത്തെ സഹശാന്തിയായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വർഷം 2ാം വർഷമാണ് ഇപ്പം ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ഞാൻ ആചരിക്കുന്നത്. ഇപ്പം 1 വർഷം കഴിഞ്ഞു. ഇത് 2ാം വർഷമാണ്. 2ാമത്തെ ഉത്സവമാണ് നമ്മുടേത്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രവുമായിട്ട് സഹകരിച്ച് എല്ലാ കാര്യങ്ങളും അമ്മയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദേവിയുടെ നാമത്തിൽ അനുഗ്രഹം ചൊരിയുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ വന്ന് അമ്മയെ കണ്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കണമെന്ന് ഞാൻ വിനീതമായി ദേവീ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ക്ഷേത്രത്തിൽ വന്ന് ഒരു ദിവസം എനിക്ക് പുറത്തൊരു ഭഗവതി സേവ ഉണ്ടായിരുന്നു, ഒരു സുദർശനോമം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ വണ്ടി ഇടാനായിട്ട് ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നായിരുന്നു. എൻ്റെ കാറ് പാർക്ക് ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഗ്രൗണ്ടിലാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ റോഡ് പണി ആയതിന് കാരണം കൊണ്ടാണ് ഞാൻ വണ്ടി ഈ ക്ഷേത്രത്തിൽ പാർക്ക് ചെയ്തിട്ട് പോകുന്നത്. ഇവിടെ നിന്ന് പാർക്ക് ചെയ്ത് സ്കൂട്ടറും കൊണ്ടാണ് വീട്ടിൽ പോകുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ വണ്ടി ഇടാനായിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത് ഒരു 2 അമ്മമാർ രാത്രി 12:30 1 മണിയായി. 2 അമ്മമാർ ഇവിടെ തിണ്ണയിലിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അത് എനിക്ക് ആദ്യമായി കണ്ടപ്പോൾ എനിക്കൊരു ഭയമൊന്നും തോന്നിയില്ല. സാധാരണ ഒരു സ്ത്രീ ഇരിക്കുന്ന രൂപത്തിലാണ് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു, വെറുതെ ഇരിക്കുവാന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞിനെ കണ്ടില്ലല്ലോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ഇന്നലെ ഒരു പൂജയ്ക്ക് പോയി മോനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. വൈകിട്ട് രാവിലെ ഉണ്ടായിരുന്നു, വൈകിട്ട് ഞാൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോടൊക്കെ ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുഞ്ഞ് പോയായിട്ട് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിന് രാവിലെ അമ്പലത്തിൽ വരേണ്ടതല്ലേ, എന്നാൽ പൊക്കോട്ടായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് റോഡിലോട്ട് ഇറങ്ങിയിട്ട് തിരിഞ്ഞ് നോക്കിയപ്പം ആ സീറ്റിൽ ഇരുന്ന അമ്മമാരെ ഒന്നും ഞാൻ കണ്ടില്ല. പെട്ടെന്ന് അപ്രത്യക്ഷമാകുമായിരുന്നു. അമ്മ എങ്ങോട്ട് പോയെന്ന് പോലും ഞാൻ കണ്ടില്ല. ആ 2 അമ്മമാർ. ഞാൻ വിചാരിച്ചത് ഈ ഓച്ചിറയുടെ 28ാം ഉത്സവം കണ്ട 28ാം ഓണമായിരുന്നല്ലോ, അതിനെങ്ങാനും പോയിട്ട് വന്ന് 2 അമ്മമാർ ഇരിക്കുമെന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ സംസാരത്തിലൂടെ ആ ഒരു സാധാരണ സ്ത്രീ ഇതിലാണ് സംസാരിച്ചത്. പക്ഷേ സംസാരം കഴിഞ്ഞ് ഞാൻ അങ്ങ് പോയപ്പോൾ അമ്മയും പോയി. എവിടെ പോയെന്നോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉള്ളിൽ നോക്കിയിട്ട് ഈ അമ്പലത്തിൻ്റെ നടയിലോട്ട് നോക്കിയപ്പോൾ 2 ഒരു വിളക്കിൻ്റെ രൂപത്തിൽ അകത്തോട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ തന്നെ എനിക്കൊരു ഭയം പോലെ തോന്നി. ഞാൻ വണ്ടി അന്നേരം തന്നെ ഞാൻ വിട്ട് വീട്ടിലോട്ട് അങ്ങ് പോവുമായിരുന്നു. പിന്നെ ഞാനിവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇങ്ങനെ അമ്മമാരൊക്കെ ഇവിടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരെ ഇതുവരെയായിട്ടും അവർ പറയുന്നത് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു തിരുമേനിമാരും ഇവിടെ അമ്മമാരെ കണ്ടിട്ടില്ല. തിരുമേനി കണ്ടതിൽ വളരെ ഭാഗ്യം. അമ്മയുടെ തിരുമേനിയുടെ ആ ഒരുക്കും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തൊഴാൻ വരുന്നവർ എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ പേര് ശിവൻകുട്ടി നായർ. ഞാൻ ഈ ക്ഷേത്ര ഭരണ സമിതിയുടെ പ്രസിഡന്റാണ്.
ഞങ്ങൾ 2024 ഒക്ടോബറിലാണ് പുതിയ ഭരണസമിതി ചാർജ് എടുത്തത്. ഇപ്പോഴത്തെ ഭരണസമിതിയിൽ ഉള്ള 70 അംഗങ്ങളും കൂടാതെ ക്ഷേത്ര ഭരണസമിതി നിത്യേന നടത്തിക്കൊണ്ടുപോകുന്ന 5 അംഗ ഭരണസമിതി, അതായത് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി എന്നിവർ നിത്യേനയുള്ള ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കുകയും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ക്ഷേത്രമായിട്ട് സംബന്ധിച്ച് വരുന്നത് ക്ഷേത്രത്തിന്റെ തിരുവുത്സവമാണ്. ഏപ്രിൽ 5 കൊടിയേറി ഏപ്രിൽ 14 തിരുവാറാട്ടോടുകൂടി സമാപിക്കുകയും കൂടാതെ ഏപ്രിൽ 4 അമ്മ സേവാ സമിതിയുടെ ഒരു സമർപ്പണമുണ്ട് മണി മണ്ഡപത്തിന്റെ. പിന്നെ എല്ലാ കാലങ്ങളിലും നടത്തുന്നത് പോലെ വിഷുക്കാഴ്ച എന്ന ഒരു ചടങ്ങ് കൂടി ഏപ്രിൽ 15 നടത്തി വരുന്നുണ്ട്. ഇത് കാലാകാലങ്ങളിൽ നടത്തുന്ന ഓരോ ഉത്സവത്തിന്റെയും തുടർച്ചയായിട്ടുള്ള ഭാഗമായിട്ടാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് വഴിപാടുകൾ നടത്തുന്നത് പടയണി, അൻപൊലി, കൂടാതെ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പന്തിരടി നാഴി തെരളിയുണ്ട്, പന്തിരടി നാഴി പായസമുണ്ട്. പ്രത്യേക വഴിപാടുകളായിട്ട് ഇവിടെ നടത്തുന്നത് മഞ്ഞൾ പറയാണ്. ദിവസേന ക്ഷേത്രത്തിൽ നെൽപ്പറ ഇടാനുള്ള സൗകര്യമുണ്ട്. ക്ഷേത്രവുമായി സംബന്ധിച്ച് കൊടുക്കീഴിൽ നിറപ്പറ 2 ദേവിമാർക്കും സമർപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. ക്ഷേത്ര ആറാട്ട് ദിവസമായ 5-ാം ദിവസം ക്ഷേത്രത്തിന്റെ തനി കലാരൂപമായ അല്ലെങ്കിൽ ക്ഷേത്ര പൈതൃകത്തെ വിളിച്ചോദിക്കുന്ന തനി കലാരൂപമായ പടയണി എല്ലാ വർഷവും നടത്തി വരാറുണ്ട്. അതിന്റെ ഭാഗമായി ഈ വർഷവും പടയണി നടത്തുന്നുണ്ട്. കൂടാതെ ഇവിടെ പ്രത്യേക വഴിപാടുകളായിട്ടുള്ളത് പിന്നെ പ്രത്യേകമായിട്ടുള്ള വഴിപാട് ക്ഷേത്ര ആചാരങ്ങളുമായിട്ട് സംബന്ധിച്ച് അല്ലെങ്കിൽ ക്ഷേത്ര കൊടിയേറ്റുമായിട്ട് സംബന്ധിച്ചുള്ളതെന്ന് പറയാൻ കളവെഴുത്തും പാട്ടുമാണ്. അത് കൊടിയേറ്റിന്റെ തലേദിവസം കളമെഴുതി അത് ഭംഗിയായി ഇവിടെ നടത്തി വരാറുണ്ട്. കൂടാതെ ഉത്സവബലി ദർശിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ദേശവാസികളായ എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു പുണ്യം അല്ലെങ്കിൽ മഹാത്മ്യമാണെന്നാണ് എല്ലാവരുടെയും ഒരു വിശ്വാസം. ആ ഉത്സവ ദിവസം എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ഉത്സവബലി ദർശിക്കണമെന്നാണ് ഞങ്ങളുടെ ഭരണസമിതിയുടെയും നിർദ്ദേശം. പിന്നെ വരുന്നത് ഇവിടുത്തെ സോപാന സംഗീതം എല്ലാ ദിവസവും ഇവിടെ നടക്കാറുണ്ട്, എല്ലാ പൂജകൾക്കും നടക്കാറുണ്ട്. പിന്നെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പോൾ ക്ഷേത്ര അലങ്കാരമായിട്ട് നമ്മുടെ അലങ്കാര ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് വേറെ മെയിനായിട്ടുള്ള വഴിപാടാണ് തോറ്റംപാട്ട്. തോറ്റംപാട്ടിലും എല്ലാ ഭക്തജനങ്ങളും പങ്കുചേരാറുണ്ട്. 7 ദിവസത്തെ തോറ്റംപാട്ടാണ് ഈ ക്ഷേത്രത്തിൽ നടക്കാറുള്ളത്. കൊടിയേറിയതിന് ശേഷമാണ് തോറ്റംപാട്ട് തുടങ്ങുന്നതും 7ാമത്തെ ദിവസം തോറ്റംപാട്ട് സമാപിക്കുകയും ചെയ്യുന്നു. ഈ തോറ്റംപാട്ടിലും ഉത്സവ ബലിയിലും കളമെഴുത്തും പാട്ടിലും ക്ഷേത്രത്തിന്റെ മെയിനായിട്ട് വരുന്ന ആചാരങ്ങളെല്ലാം എല്ലാ ഭക്തജനങ്ങളും വഴിപാടായി എല്ലാം സമർപ്പിക്കാറുണ്ട്. കൂടാതെ ഇവിടെ നടക്കുന്നത് പുഷ്പാലങ്കാരമാണ്. അതും വഴിപാടായി നടത്താറുണ്ട്. ക്ഷേത്ര പുഷ്പാലങ്കാരം, പുഷ്പ അഭിഷേകവും ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് നടത്താറുണ്ട്. ഇവിടെ മെയിൻ വഴിപാടായിട്ട് മുൻകാലങ്ങളിൽ നടത്തി വരുന്നുണ്ട് പുഷ്പ അലങ്കാരം. ഉത്സവത്തിന്റെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗുരുതിയാണ്. അത് നമ്മുടെ ആറാട്ട് ദിവസം ആറാട്ട് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ ചടങ്ങുകൾക്ക് ശേഷമാണ് ശ്രീ ഭദ്രാഭഗവതിയുടെ മുന്നിലാണ് ഗുരുതി നടത്താറുള്ളത്. ഈ വക ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ മെയിനായിട്ട് നടക്കാറുള്ളത്. പിന്നീട് നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പൂന്തോട്ടമാണ്. ഈ പൂന്തോട്ടം വർഷങ്ങൾ കൊണ്ട് ഇവിടെ നമ്മൾ പരിപാലിച്ചു വരുന്നു. എല്ലാ ക്ഷേത്രങ്ങളും പ്രത്യേകിച്ച് ഇവിടുത്തെ ഭക്തജനങ്ങളെയും വെളിയിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങളെയും ആകർഷിക്കുന്നതും ഈ പൂന്തോട്ടമാണ്.
ക്ഷേത്രത്തിന് ആവശ്യമായ എല്ലാ പുഷ്പങ്ങളും ഇവിടെ നിന്നാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പരിപാലിക്കാൻ വേണ്ടി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മെയിൻ ഘടകം ഇതിനെ നിയുക്തപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വേണ്ട സമയങ്ങളിൽ അതിനെ പരിപാലിക്കുകയും വേണ്ട സമയങ്ങളിൽ വളവും വെള്ളവും കൊടുത്ത് അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നമസ്കാരം. ഞാൻ പടയവട്ടം ദേവീക്ഷേത്ര ഭരണസമിതിയിലെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് ഗോപകുമാർ. ഞങ്ങൾ ഈ അടുത്ത സമയം ഒക്ടോബർ മാസം ലാസ്റ്റിലാണ് ഞങ്ങൾ അധികാരത്തിൽ എത്തിച്ചേർന്നത്. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ പറ മഹോത്സവവും നമുക്ക് സപ്താഹവും ഒക്കെ കഴിഞ്ഞ് വളരെ വിജയകരമായി നമുക്ക് നടത്താൻ ഈ നാട്ടിലെ ജനങ്ങളുടെ സഹകരണവും ക്ഷേത്ര ഭരണസമിതിയിലെ 70 പേരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ 21 പേരും ചേർന്ന് വളരെ വിജയകരമായി നമുക്ക് നടത്താൻ പറ്റി. അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത് വന്നേക്കുന്നത് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉത്സവമാണ്. ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ അടുത്ത പ്രദേശങ്ങളിലുള്ള ഏറ്റവും വലിയ കെട്ടുത്സവമാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അത് ഏകദേശം 7 കരകളിൽ നിന്നും 7 കരകളുടെ കെട്ടുത്സവങ്ങളും കൂടാതെ ഈ 7 കരകളിൽ നിന്ന് തന്നെ ഏകദേശം ഏതാണ്ട് 25ഓളം കെട്ടുത്സവ സമിതികൾ നമുക്ക് കെട്ടുത്സവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. വലിയ കെട്ടുത്സവങ്ങളാണ് ഈ വർഷം വരുന്നത്. അങ്ങനെ വളരെ പ്രശസ്തമായ കെട്ടുത്സവങ്ങൾ വരുന്നതിൽ ഏറ്റവും പ്രശസ്തമായി എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം കൂടാണ് പടയവട്ടം ദേവീക്ഷേത്രം. അപ്പോൾ അത് കൂടാതെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അടുത്ത പ്രദേശങ്ങളിലില്ല. നമ്മുടെ വനദുർഗയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ. കാരണം മേൽ കൂടാരം ഇല്ലാത്ത ഒരു ക്ഷേത്രം ഈ അടുത്ത പ്രദേശത്ത് എങ്ങുമില്ല. അത് കൂടാതെ തന്നെ ഏറ്റവും ശക്തിയുള്ള നമ്മുടെ ഭദ്രകാളിയും പ്രതിഷ്ഠയും നമുക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാ ജാതി മതസ്ഥരും ഈ ക്ഷേത്രങ്ങളിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാവരും ഇവിടെ വരികയും അതിന് വേണ്ട നേർച്ചകൾ ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് പടയവട്ടം ദേവീക്ഷേത്രം. അപ്പം ക്ഷേത്രത്തിന്റെ ഇതൊരു ഈ നാനാഭാഗത്തു നിന്നും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ ഇരുന്ന തിരുമേനിമാര് ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ഇന്നും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അവര് പല നേർച്ചകളും നമുക്ക് കുട്ടികൾ ഇല്ലാത്ത ആൾക്കാർ ഇവിടെ വന്ന് തൊട്ടിൽ കെട്ടിയിട്ട് പോയി അവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ കുട്ടികൾ ഉണ്ടാവുകയും അങ്ങനെയുള്ള ഒരു ആചാരം നമുക്ക് ഇവിടെ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ അകത്തെ യക്ഷിയമ്മയ്ക്ക് വലിയ ഒരു പിന്നെ ശക്തിയുള്ള ഒരു ക്ഷേത്രം കൂടെയാണ്. കാരണം പല കാര്യങ്ങളും സ്വർണ്ണങ്ങൾ മറ്റു കാര്യങ്ങൾ പൈസ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ യക്ഷിയമ്മയ്ക്ക് ഒരു നേർച്ച പറഞ്ഞിട്ട് അത് ധാരാളം ഭക്തർക്ക് അത് ആ കാര്യങ്ങൾ തിരിച്ചു കിട്ടി. ഈ അടുത്ത സമയത്ത് തന്നെ നമ്മുടെ ഒരു ഭക്തന് ബൈക്ക് കളഞ്ഞു പോയി, അത് മോഷണം പോയി. അത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു 4 മാസം കൊണ്ട് ആ ബൈക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു. അദ്ദേഹം വന്ന വഴിപാടുകൾ നടത്തിയിട്ട് പോയി. അങ്ങനെ ധാരാളം അനുഭവസ്ഥർ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇത്രയും പ്രാധാന്യവും ഇത്രയും ശക്തിയേറിയ ഒരു പിന്നെ അമ്മയുടെ മുന്നിൽ നമുക്ക് ഓരോ വർഷവും കഴിയും തോറും കെട്ടുത്സവങ്ങളുടെ എണ്ണം വളരെ കൂടുകയും അതേപോലെ തന്നെ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിയും അതേപോലെ ഈ നാടിനും അതിന്റെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമ്മൾക്ക് ഉത്സവബലിയും ഉത്സവബലിയല്ലേ
ഈ ഉത്സവബലിക്ക് 9ാമത്തെ ദിവസം നടക്കുന്ന ഉത്സവബലി, നമുക്ക് ഒരു ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഉത്സവബലി. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ പിന്നെ ദ്വാരപാലകരായിട്ടുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ചിരുത്തി അവർക്ക് സദ്യ കൊടുക്കുന്ന ഒരു ദിവസമാണ്. അപ്പൊ ഈ അമ്മ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട്, അതായത് സന്തോഷമായിട്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ദർശനത്തിനൊരു സമയം തരും. ആ സമയത്ത് നമ്മൾ, അതായത് ഒരാള് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് എന്ത് ചോദിച്ചാലും തരും എന്ന് പറയുന്ന ആ സങ്കല്പത്തിൽ ആ സമയത്ത് നമ്മൾ വന്ന് അമ്മയെ വന്ന് കണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയാമെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ നാട്ടിലെ മൊത്തം ആൾക്കാർ, നമ്മൾ പിന്നെ എല്ലാ ഭക്തരെയും, എല്ലാ ജാതിയിലുള്ള എല്ലാ മതവിശ്വാസ ആൾക്കാരെയും നമ്മൾ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും വന്ന് അമ്മയുടെ ഈ ദർശനം എല്ലാവർക്കും ഒരു പുണ്യം എല്ലാവർക്കും കിട്ടട്ടെ, എല്ലാവർക്കും സൗഭാഗ്യങ്ങൾ നേരുന്നു. അപ്പം എല്ലാവരും നമ്മൾ ഈ ക്ഷേത്ര ഉത്സവത്തിലേക്ക് ഈ 12 ദിവസമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ 10 ദിവസമായിരുന്നു. ഇപ്പം നമ്മൾ ഒരു ദിവസം കൂടെ ഉത്സവത്തിന് ശേഷം, അതായത് വിഷുവിന്റെ 1ാം മേടം വന്ന് കഴിഞ്ഞിട്ടായിരുന്നു അടുത്ത ദിവസം കൂടെ നമ്മുടെ കെട്ടുത്സവങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അന്ന് നമുക്ക് രാത്രിയിൽ ഇവിടെ പരിപാടിയുണ്ട്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ആ ദിവസവും വന്നിട്ട് നമ്മുടെ എല്ലാ കെട്ടുത്സവങ്ങളും കാണാൻ അവർക്ക് വേണ്ടി നമ്മളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരു മെഡിക്കൽ ക്യാമ്പ് നമ്മൾ ആ ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാം ആൾക്കാർക്ക് പങ്കെടുക്കുകയും എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കണം എന്നിവിടെ അറിയിച്ചുകൊണ്ട് ഈ എല്ലാവരെയും ഈ ഞങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് ഞങ്ങളുടെ ഭരണസമിതിയുടെ 70 പേർക്കും വേണ്ടി ഞങ്ങൾ നിങ്ങളെ, ഈ നാട്ടിലെ എല്ലാ ആൾക്കാരെയും സ്വാഗതം ചെയ്തുകൊള്ളു. ഞാൻ ഭാസ്കരൻ പിള്ള, ഈ ഭരണസമിതിയിലെ പടയനിവട്ടം ദേവീക്ഷേത്ര ഭരണസമിതിയിലെ ട്രഷററാണ്. ട്രഷറർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ദേവീസന്നിധിയിൽ വന്ന് കാര്യങ്ങളായിട്ട് എല്ലാ പ്രവൃത്തിയിലും എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും സാമ്പത്തികം ഉണ്ടാക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പരസ്പര സഹകരണവും സഹായത്തോടും കൂടി ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ഈ 7 കര ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതുപോലെ തന്നെ വളരെ കൂടുതലുള്ളതാണ്. ഈ ക്ഷേത്രവും ഈ ക്ഷേത്രത്തിൽ നിന്ന് എൻ്റെ അനുഭവത്തിൽ വളരെ കുറച്ച് കാലത്തെ അനുഭവം മാത്രമേ എനിക്ക് ഈ ക്ഷേത്രമായിട്ടുള്ളൂ. ആ ക്ഷേത്രമായിട്ട് വന്ന എനിക്ക് എൻ്റെ സ്വന്തം അനുഭവത്തിൽ തന്നെ എനിക്ക് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദോഷം ഉണ്ടായ ഭാഗത്തു നിന്ന് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഇന്ന് ഈ നല്ല നിലയിൽ ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത് കേവലം 3 മാസത്തിന് മുൻപ് എനിക്കൊരു വലിയ അസുഖം ഉണ്ടായി. ആ അസുഖത്തിൽ നിന്ന് കരകയറാൻ സഹായിച്ചത് ഈ ദേവീസന്നിധിയിലെ എൻ്റെ പ്രവർത്തനവും എൻ്റെ മാനസികമായ ഐക്യവും കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ വെച്ച് വളരെ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, അതേപോലെ തന്നെ മറ്റ് നേർച്ചകൾ, മറ്റ് വഴിപാടുകൾ, കൊച്ചുകുട്ടികളുടെ സഹകരണം ഈ അമ്പലത്തിൽ, ഈ ക്ഷേത്രത്തിൽ വളരെ കൂടുതലായിട്ട് വേണമെന്ന് പ്രതീക്ഷിക്കുന്ന ഭരണസമിതി കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടികളുടെ വരവ് വളരെ കുറവാണ്. കുട്ടികളെ ഇവിടെ ഏറ്റവും മാതാപിതാക്കൾ അവരുടെ സഹകരണത്തോടു കൂടി കുട്ടികളെ കൂടി ഇവിടെ ഉൾപ്പെടുത്തി ഈ അമ്പലത്തിൻ്റെ ഭാവിയിലുള്ള വളർച്ചയ്ക്കും ഇവിടുത്തെ ഈ നാട്ടിൻ്റെ ഐക്യത്തിനും ഈ നാട്ടിലെ സർവമാന ജനങ്ങൾക്കും വേണ്ടുന്ന ഐക്യവും സഹകരണവും ഉണ്ടാകത്തക്ക രീതിയിൽ മുന്നോട്ട് പോകാനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ നാടിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു, ദേവി സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ മാസങ്ങളിലും കൃത്യമായി നടന്നു വരുന്ന ദേവപ്രശ്നങ്ങൾ, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, അതേപോലെ തന്നെ മൃത്യുഞ്ജയ ഹോമം, ഭഗവത് സേവ, ഇത്തരം കാര്യങ്ങളിലേക്ക് എല്ലാ ആൾക്കാരുടെയും സഹായവും സഹകരണവും അതിലൂടെ ഈ അമ്പലത്തിന്, ഈ ക്ഷേത്രത്തിന് കിട്ടാൻ പോകുന്ന വരുമാനം കുറച്ചുകൂടി ഇമ്പ്രൂവായി കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ജനങ്ങളുടെ സഹായത്തോടു കൂടി ഇവിടുത്തെ പുനരുദ്ധാരണ കർമ്മങ്ങൾ കൂടി
നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ അവസരം ഉപയോഗപ്പെടട്ടെ എന്ന് ദേവീനാമത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദേവീനാമത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയാണ്. മേൽക്കുമേൽ ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയും പ്രവർത്തനവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായ പോരാഴികകളൊക്കെ ചില സമയങ്ങളിൽ ഉണ്ടാകാറുണ്ടെങ്കിലും അന്നന്നത്തെ കാര്യങ്ങൾക്കും അവിടുത്തെ പ്രശ്നങ്ങൾക്കും ഇവിടുത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് വലുതായിട്ട് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാകത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് ഏവരുടെയും സഹായ സഹകരണങ്ങളും പ്രാർത്ഥനയും ഞങ്ങളുടെ ഈ ഭരണസമിതിക്കൊപ്പം ഉണ്ടാകണം. മുൻകാലങ്ങളിൽ കുറച്ചു മുമ്പ് സെക്രട്ടറിയും പ്രസിഡന്റും ഇതിൻ്റെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സംസാരിച്ചു കഴിഞ്ഞു. ഇനിയും തുടർന്ന് വരുന്നവരും സംസാരിക്കും. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടത്താനുള്ള ആരോഗ്യവും ആയുസ്സും ദേവീ നാമത്തിൽ ഞങ്ങൾ ദേവീ സന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് മുരളീധരൻ പിള്ള. ഞാനിവിടുത്തെ ഓഫീസ് സെക്രട്ടറിയാണ്. ഇതിപ്പോൾ 8ാമത്തെ വർഷമാണ് ഇവിടെ. പിന്നെ ഇവിടെ ഇപ്പം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പ്രസിഡൻറ്റും പറഞ്ഞു, സെക്രട്ടറി പറഞ്ഞു, ട്രഷറർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. എന്നാലും പിന്നെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ മലയാള മാസം 1-ാം തീയതി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തുന്നുണ്ട്. അതിൽ ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ തിരുവാതിര ദിവസം മഹാമൃത്യുഞ്ജയ ഹോമം അത് നടത്തുന്നുണ്ട്. അതിലും ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ പൗർണമി ഭഗവതി സേവ അതും വൈകിട്ട് ദീപാരാധന കഴിഞ്ഞാണ് നടത്തുന്നത്. അത് പ്രത്യേകം കാളമൊക്കെ ഇട്ട് പ്രത്യേകം ഒരു ഇതാണത്. അത് നേരിട്ട് കണ്ടെങ്കിലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതിനും ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു വർഷം 12 മാസം വരെ ഇത് ബുക്ക് ചെയ്ത് ഇവിടെ ഈ വഴിപാടുകളെല്ലാം തന്നെ നടത്തുന്ന ധാരാളം ഭക്തജനങ്ങളുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുടുംബക്കാർ കൊല്ലം ജില്ലയിൽ നിന്ന്, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്, ബോംബെയിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ പിന്നെ നമ്മളെന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവ സംബന്ധമായോ അല്ലെങ്കിൽ നമ്മുടെ സപ്താഹയജ്ഞമായിട്ടോ ഒക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ സംഭാവനകൾ അയക്കുകയോ അല്ലെങ്കിൽ അതിലൊരു പങ്കാളികൾ ആവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ധാരാളം പേർ അങ്ങനെയുണ്ട്. പിന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ രാവിലെ ക്ഷേത്രം തുറക്കുന്നത് രാവിലെ 5:30-നാണ്. 5:30-ന് തുറന്നു കഴിഞ്ഞാൽ ചൊവ്വ, വെള്ളി, ഞായർ, പിന്നെ 1-ാം തീയതി അങ്ങനെയുള്ള ദിവസങ്ങളിൽ 11 മണിക്ക് നടയടയ്ക്കത്തുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ 10:30-ന് നടയടയ്ക്കുന്നതാണ്. വൈകിട്ട് 5:30-ന് തുറന്ന് രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് 8 മണിയോടെ നടയടയ്ക്കുന്നതാണ്. വിട്ടുപോയ 1-2 കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ പ്രധാന ആഘോഷങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളത് തിരുവുത്സവം. അത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ രാമായണ മാസാചരണം. മൂന്നാമത്തെ നടക്കുന്ന വിനായക ചതുർത്ഥി, മഹാഗണപതി ഹോമം, അഷ്ടദ്രവ്യ ഗണപതി ഹോമമാണ് വിനായക ചതുർത്ഥി. എല്ലാ കരകളിൽ നിന്നും അതിൽ ഭക്തജനങ്ങൾ പങ്കുചേരാറുണ്ട്. ആയില്യം പൂജ എല്ലാ വർഷത്തെയും തുലാമാസത്തിലെ ആയില്യം നാളിൽ ക്ഷേത്രത്തിൽ ആയില്യം പൂജ 100 പാലും നടത്തിവരാറുണ്ട്. മണ്ഡലച്ചിറപ്പ് മണ്ഡലമാസത്തിലെ 11 ദിവസം മണ്ഡലച്ചിറപ്പ് ക്ഷേത്രവകയായിട്ടും ബാക്കി 30 ദിവസം ക്ഷേത്രവകയായിട്ടും 11 ദിവസം കരക്കാരുടെ വകയായിട്ടും അങ്ങനെ 41 ദിവസത്തെ മണ്ഡലച്ചിറപ്പ് നടത്താറുണ്ട്.
പിന്നെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞമാണ്. നമ്മൾ സാധാരണ ഇവിടെ ഡിസംബർ മാസത്തിലാണ് നടത്തി വരാറുള്ളത്. ഭാഗവത സപ്താഹ യജ്ഞം കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠാ വാർഷികമാണ്. അത് എല്ലാ വർഷവും മകരമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠാ വാർഷികം നടക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ഗംഭീരമായിട്ടും മഹാദീപക്കാഴ്ചയൊക്കെ ആയിട്ടാണ് പുനഃപ്രതിഷ്ഠാ വാർഷികം നടത്തി വരുന്നത്. അന്നത്തെ ദിവസം രാവിലെ 6 മണിക്ക് തന്നെ ക്ഷേത്ര ഭണ്ഡാരയടുപ്പിൽ തീ കൊളുത്തിയിട്ട് ആ ദീപം വെളിയിലേക്ക് പകർന്ന് ക്ഷേത്ര ഗ്രൗണ്ടിൽ പൊങ്കാല സമർപ്പിക്കാറുണ്ട്. പിന്നെ നടക്കുന്നത് ശിവരാത്രിയാണ്. ശിവരാത്രിയോടുകൂടി ആ ഒരു വർഷത്തെ നമ്മുടെ ചടങ്ങ് തീരുകയാണ്. ശിവരാത്രിക്ക് ഇവിടെ ക്ഷേത്രത്തിൽ തിരുവാതിര, കൂടാതെ തിരുവാതിരയിൽ പങ്കെടുക്കുന്ന ശിവരാത്രി പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ ഇരിക്കാനുള്ള സൗകര്യവും നാമജപത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട വ്രതാനുഷ്ഠാനാനുസരിച്ചുള്ള ഭക്ഷണവും ഒരുക്കി കൊടുക്കാറുണ്ട്. ഗോപാലകൃഷ്ണപിള്ള. ഞാൻ ഈ ക്ഷേത്രത്തിലെ കഴകമാണ്. പിന്നെ എല്ലാം ഈ ചെടി പരിപാലിക്കുന്നതും എല്ലാം വളമിടുന്നതും വെള്ളമൊഴിക്കുന്നതും ഞാൻ തന്നെ. ഈ ഒരുപാട് പൂക്കൾ ഉണ്ടാകുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ക്ഷേത്രത്തിൻ്റെ പരിപാലനം മറ്റ് കഴക ജോലിയും ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ. ഈ ചെടികൾ വെച്ചത് ഞാനാണ്. ഈ ക്ഷേത്രത്തിലെ എല്ലാ ചെടികളും എല്ലാം ശുശ്രൂഷിക്കുന്നതും ഞാനാണ്. പിന്നെ അതിൻ്റെ ഇതിൻ്റെ ഭാരവാഹികളായ പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാം ചെയ്തു തരുന്നുണ്ട് സമയാസമയങ്ങളിൽ. നമ്മളെ ക്ഷേത്രത്തെ, അതായത് പടയനവട്ടം ദേവി ക്ഷേത്രത്തെ പുറത്തുനിന്ന് സഹായിക്കുന്ന 2 സമിതികളുണ്ട്. 2018 മുതൽ അവർ ക്ഷേത്രത്തിന് വേണ്ട എല്ലാ പുനരുദ്ധാരണത്തിനും വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഓരോ പരിപാടികളും അല്ലെങ്കിൽ ഓരോ സംഗതികളും ക്ഷേത്രത്തിന് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. ഈ വർഷവും അമ്മ സേവാ സമിതി എന്ന പറയുന്ന സംഘടന ഒരു മണിമണ്ഡപം ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ സമർപ്പണ ദിവസം ഏപ്രിൽ 4 വൈകിട്ടാണ്, ദീപാരാധനയ്ക്ക് ശേഷം. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം തൊട്ട് ശ്രീ ദുർഗ ഹൈന്ദവ സമിതി എന്ന ഒരു സംഘടനയും നമ്മളെ ക്ഷേത്രത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർ തിരുവുത്സവത്തിന് മുമ്പായിട്ട് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഹൈമാക്സ് ലൈറ്റ് സമർപ്പിക്കുകയുണ്ടായി. ഈ വർഷവും അവർ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൻ്റെ കിഴക്കുവശമുള്ള ആൽത്തറ അതിൻ്റെ പൂർണ്ണ പണി രൂപം കഴിഞ്ഞ് നമ്മളെ കൊടിയേറുന്ന ദിവസം, അതായത് ഏപ്രിൽ 5 വൈകിട്ട് അത് ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നതാണ്. ഈ അവസരത്തിൽ ഈ 2 സമിതികളെയും കൂടി എടുത്ത് അറിയിപ്പിക്കേണ്ട കടമ കൂടി ഈ ഭരണസമിതിക്കുണ്ട്. അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ നിർവഹിക്കുകയാണ്.